ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ തുടർ നടപടി എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. റിപ്പോർട്ടിൽ തന്നെ വിവിധ നിർദ്ദേശങ്ങളുണ്ട്. ഗുരുതര വെളിപ്പെടുത്തലുകളിൽ അടങ്ങിയ റിപ്പോർട്ടിന്മേൽ കേസ് എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അതിഗുരുതരമായ പരാമർശങ്ങൾ നിറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷം സർക്കാരിന്റെ മേശപ്പുറത്തിരുന്നത് നീതീകരിക്കാവുന്നതല്ല. ഒരു നടപടിയും ഇതുവരെയും സ്വീകരിക്കാത്ത സർക്കാരും വിമർശന വിധേയരാകുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടൽ വേണമെന്നതാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഏറെക്കാലമായി സർക്കാർ തന്നെ പറയുന്ന സിനിമാ നയം എന്ന് രൂപീകരിക്കുമെന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അടുത്ത മാസം ഉണ്ടാകുമെന്ന് മന്ത്രി പറയുന്നു. റിപ്പോർട്ടിൽ തന്നെ സിനിമാ മേഖലയ്ക്ക് മാത്രമായി ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. റിട്ടയർഡ് വനിതാ ഹൈക്കോടതി ജഡ്ജിയായിരിക്കണം ട്രൈബ്യൂണൽ അധ്യക്ഷ എന്നും പറയുന്നു. അത് നടപ്പിലാക്കാൻ സർക്കാരിന്മേൽ സമ്മർദ്ദമേറും. സിനിമാ കോൺക്ലേവ് നടത്തി വിശദമായ ചർച്ച സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. അതിന് സർക്കാരും പ്രതിപക്ഷവും സിനിമാ മേഖലയിലെ മുഴുവൻ സംഘടനകളും സഹകരിക്കണം. FIR രജിസ്റ്റർ ചെയ്യേണ്ട കുറ്റകൃത്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുവെന്ന പരാമർശമുണ്ട്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിൽ പോലീസ് ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. വിദൂരമാണ് കേസെടുക്കാനുള്ള സാധ്യത. ICCക്ക് മുകളിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്മിറ്റി വേണമെന്നതാണ് മറ്റൊരാവശ്യം. സിനിമയ്ക്കുള്ളിലെ പരാതികൾ പറയാൻ രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റികളിലും പുരുഷന്മാരുടെ നിയന്ത്രണമാണുള്ളത്. അതും സർക്കാർ ഇടപെട്ട് തന്നെ അവസാനിപ്പിക്കണം. സ്ക്രീനിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൂടുതൽ അവസരം നൽകാൻ ഇടപെടലുണ്ടാവണം. 30% സ്ത്രീ സംവരണം ഏർപ്പെടുത്തണം. സിനിമയിൽ അധികാര കേന്ദ്രങ്ങളായി സ്ത്രീകളെ അവതരിപ്പിക്കണമെന്ന ഹേമ കമ്മിറ്റി നിർദ്ദേശം നടപ്പിലാക്കുമോ എന്ന് കണ്ടറിയണം. ലിംഗസമത്വത്തെക്കുറിച്ച് ബോധവൽക്കരണം സർക്കാരിൻ്റെ ആലോചനയിലാണ്. ഇതിന് ആദ്യം സിനിമാ മേഖലയിൽ ഒരു നിയന്ത്രണം സർക്കാരിനുണ്ടാവണമെന്നതാണ് പ്രധാനം. ഇനിയെങ്കിലും സർക്കാരിനത് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം. സലിം മാലിക്, 24, തിരുവനന്തപുരം.